അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ. ഫിഖ് പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. അവസാനത്തെ പാഠം മുതൽ ഒന്നാമത്തെ പാഠം വരെയാണ് നമ്മൾ നോക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു ആവർത്തി ഒന്ന് കേട്ട് നോക്കട്ടോ. ഇതിൽ ആദ്യത്തേത് കുനൂത്താണ്. കുനൂത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊന്ന് ഒരാവർത്തി വായിച്ച് നോക്കാം. ശേഷം നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ാണുള്ളത്. കുനൂത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാദാല യകുനൂതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. ഈ ലോകത്തോട് വിട പറയുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ നബി തങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്നുള്ളത് കുനൂത്തിൻ്റെ തെളിവാണ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും ഒന്ന് റുക്കു എന്നാൽ എന്ത് എന്നുള്ളതാണ്. റുക്കു എന്നാൽ എന്തെന്ന ചോദ്യത്തിന് 2 ഉള്ളം കൈകൾ 2 കാൽമുട്ട് എത്തുന്ന വിധം കുനിയലാണ് റുക്കു എന്ന് പറഞ്ഞാൽ. അഥവാ നമ്മുടെ ഒരു മനുഷ്യന് ഇങ്ങനെ നിന്നാൽ അവൻ്റെ 2 കൈകൾ കാലിൻ്റെ മുട്ട് വരെ എത്തുന്നത് വരെ കുനിയുന്നതിനാണ് എന്തെന്ന് പറയുക? റുക്കു എന്ന് പറയാം. ഓക്കെ, 2 ഉള്ളൻ കൈകളാണ്, മനസ്സിലാക്കി വെക്കുക. 2 കാൽമുട്ടിൽ എത്തും വരെ, അതേ ഇതിൽ പോയിൻ്റ് ആയിട്ടുള്ളൂ. ശേഷം എഴുത്തിതാൽ എന്താണെന്നുള്ള ചോദ്യമുണ്ട്. റുക്കുവിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിതാൽ. റുക്കുവിന് മുമ്പുണ്ടായിരുന്ന, അഥവാ റുക്കു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിയലാണ്. അവൻ്റെ 2 കാൽമുട്ടിൽ കൈ എത്തുന്നത് വരെ കുനിയലാണ് റുക്കു. എന്നാൽ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക്, ഖിയാമിലേക്ക് തിരിച്ചെത്തുന്ന അവസ്ഥയാണെന്ത്? എഴുത്തിതാൽ എന്ന് പറഞ്ഞാൽ. റുക്കുവിൽ സുന്നത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 2 എണ്ണം പഠിച്ചു വെക്കുക. റുക്കുവിൽ മുതുകും പിരടിയും സമമാവൽ സുന്നത്താണ്. മുൻകൈ കൊണ്ട് കാൽമുട്ട് പിടിക്കൽ സുന്നത്താണ്. ഓക്കെ, പിന്നെ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ നമ്മൾ എന്താ ചെല്ലേണ്ടതെന്നല്ല, സമി അല്ലാഹു ലിമൻ ഹമീദ എന്നാണ് ചെല്ലേണ്ടത്. പിന്നെ റുക്കുവിൽ തന്നെ നമ്മൾ ചെല്ലാറുള്ളത് സുബ്ഹാന റബ്ബിയൽ അലി വബിഹംദി എന്ന് 3 പ്രാവശ്യം ചെല്ലണം. ശേഷം നമ്മൾ എഴുത്തിതാലിലേക്ക് സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് എഴുത്തിതാലിലേക്ക് ഉയരുമ്പോൾ അവിടെ നമ്മൾ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അല്ലാഹു വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്നാണ് ചെല്ലാറുള്ളത്. പിന്നെ സുബഹി നിസ്കാരത്തിലും അതേപോലെ കുനൂത്ത് എപ്പോഴാണ് ഓതേണ്ടതെന്നുള്ളതാണ്. സുബഹി നിസ്കാരത്തിലും റമദാനിലെ 2ാം പകുതിയിലെ വിത്ർ നിസ്കാരത്തിലുമാണ് കുനൂത്ത് സുന്നത്തുള്ളത്. സുബഹി നിസ്കാരത്തിലും അതേപോലെ റമദാനിലെ 2ാം പകുതിയിലെ വിത്ർ നിസ്കാരത്തിൽ, അഥവാ 15-ന് ശേഷം. ഇനി നമുക്ക് അർക്കാൻ സ്വലാത്ത് 2 10ാമത്തെ പാഠമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇതിൽ ഉത്തരങ്ങൾ എഴുതാമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഫർള് നിസ്കാരത്തിൽ ഖിയാമ നിർബന്ധമാണ്. ആർക്കെന്നാണ്? നിൽക്കാൻ കഴിവുള്ളവന്, നിൽക്കാൻ കഴിയുന്നവന് നിൽക്കൽ നിർബന്ധമാണ്. പിന്നെ നിൽക്കൽ ഫർളാണ്. ഏത് നിസ്കാരത്തിൽ നിന്നാണ്? ഫർള് നിസ്കാരത്തിലാണ് നിൽക്കൽ ഫർള് നിർബന്ധം. അല്ല, സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് എങ്ങനെയും നിസ്കരിക്കാം. പിന്നെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവന് കിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ടാണ്? അവൻ്റെ മുഖം ഉള്ളംകാല് എന്നിവ കൊണ്ട് കിബിലക്ക് മുന്നിടണം. പിന്നെ മസ്ബൂക്ക് എന്ന് പറയുന്നത് ആരാണെന്നാണ്? ഇമാമോടൊപ്പം ഖിയാമിൽ ഫാത്തിഹയ്ക്ക് സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. ഫാത്തിഹയ്ക്ക് സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത് ആരാന്നാണ്? നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവനാണ് നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത്. എന്നാൽ മലർന്ന് കിടക്കുന്നവൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. അവനവൻ്റെ മുഖവും ഉള്ളംകാലും കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്. ഓക്കെ, പിന്നെ ഫാത്തിഹയിൽ ഷദ്ദുകൾ എത്ര ഉണ്ട്? 14 ഷദ്ദുകളുണ്ട് ഫാത്തിഹയിൽ. ഓക്കെ, പിന്നെ അടയാളപ്പെടുത്താൻ, ശരിയും തെറ്റും അടയാളപ്പെടുത്തേണ്ടത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.